പണ്ടൊരിക്കൽ ഒരു അലക്കുകാരന് ഒരു കഴുതയുണ്ടായിരുന്നു. ദിവസം മുഴുവനും തുണിക്കെട്ടുകളുമായി ഈ കഴുത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അലക്കുകാരൻ ക്രൂരനും പിശുക്കനുമായിരുന്നു. അയാൾ തന്റെ കഴുതയ്ക്ക് വയറു നിറച്ചും ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഉറങ്ങാൻ ഒരു ഇടം കൊടുക്കാതെ അതിനെ അഴിച്ചുവിടാറായിരുന്നു പതിവ്. നടന്നു നടന്നു തളർന്ന കഴുത ക്ഷീണിച്ച് വല്ലാതെ ദുർബലനായി തീർന്നു. പറയൂ സുഹൃത്തെ, നീ എന്താ ഇത്ര ക്ഷീണിച്ചത്? എന്റെ മുതലാളി എന്നെ ഒരുപാട് ജോലി ചെയ്യിക്കും, കഴിക്കാൻ ഒന്നും തരില്ല. നോക്കൂ, എനിക്ക് രാത്രിയിൽ അവിടെ ഇവിടെ അലയേണ്ട അവസ്ഥയാ. എന്നാ പിന്നെ നിന്റെ കഷ്ടപ്പാടിന്റെ നാളുകൾ തീരാൻ പോവുകയാ. ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയ പുല്ലിന്റെ തോട്ടമുണ്ട്. അവിടെ പലതരം പുല്ലുകളും ഉണ്ട്. ഒരുപാട് വിളകളുള്ള വലിയ ഒരു പുൽത്തോട്ടമാണത്. അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കണ്ട. ശരി, പക്ഷെ അതിനകത്തേക്ക് എങ്ങനെ പോകും? ഞാൻ തോട്ടത്തിന്റെ വേലി പൊളിച്ച് അകത്തേക്ക് പോകാൻ ഒരു വഴിയുണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കയറാം. വരൂ, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. വരുന്നില്ലേ? വളരെ നന്ദി സുഹൃത്തെ. ആ തോട്ടത്തിലേക്ക് എന്നെയും കൂടെ കൊണ്ടുപോകൂ. സന്തോഷമായില്ലേ? മാസങ്ങൾക്ക് ശേഷം വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചു. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. നിന്റെ ഈ സഹായം ഒരിക്കലും മറക്കുകയില്ല. ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും രാത്രി ഈ തോട്ടത്തിലേക്ക് വരും. കഴുത സന്തോഷത്തോടുകൂടി തന്റെ യജമാനന്റെ അടുത്തേക്ക് പോയി. കൊള്ളാവല്ലോ കഴുതേ, നിന്റെ ശരീരം നല്ലോണം തടിച്ചിരിക്കുന്നല്ലോ. നിന്റെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ. എന്തു പറ്റി? ജോലിയും നല്ല ഉത്സാഹത്തോടെ ചെയ്യുന്നുണ്ടല്ലോ. രാത്രിയിൽ എവിടേക്കാണ് പോകുന്നത്? ഏമാനെ, അതൊരു രഹസ്യമാണ്. നിങ്ങൾക്ക് വേണ്ടത്ര പണി എന്നെ കൊണ്ട് എടുപ്പിച്ചോളൂ. ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല. എന്നെ രാത്രിയിൽ പുറത്തു വിടാൻ സമ്മതിച്ചാ മതി. സമ്മതിക്കില്ലേ? ആയിക്കോട്ടെ, എനിക്ക് രാത്രിയിൽ എന്ത് പണിയാണുള്ളത്? ഞാൻ നിന്നെ രാത്രിയിൽ കെട്ടിയിടില്ല. നീ എവിടെയാണെന്ന് വെച്ചാ പോയിട്ട് വാ, എനിക്കെന്താ. പക്ഷേ സൂക്ഷിച്ചോ, രാത്രി കാവൽക്കാരൻ എങ്ങാനും കണ്ട ഒരുപാട് അടി കിട്ടും. അതിനെ കുറിച്ചോർത്ത് ഏമാൻ വിഷമിക്കണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കോളാം. പകൽ മുഴുവൻ ജോലി ചെയ്ത കഴുത രാത്രിയിൽ തന്റെ സുഹൃത്തിനെ കാണാൻ കാട്ടിലേക്ക് ചെന്നു. അതെ, അലക്കുകാരൻ എന്റെ ആരോഗ്യം കണ്ടു വല്ലാതെ അത്ഭുതപ്പെട്ടു. പിന്നല്ലാതെ, ശരിക്കും നിന്റെ ആരോഗ്യം അത്രയ്ക്ക് നന്നായിട്ടുണ്ടല്ലോ. ഹൗ, എന്റെ പൊന്ന് ചങ്ങാതി. അതെ, നിനക്ക് ശാസ്ത്രീയ സംഗീതത്തെ പറ്റി വല്ലതും അറിയാവോ? ശാസ്ത്രീയ സംഗീതം? എനിക്കൊന്നും അറിയില്ല. എങ്ങനെ അറിയാനാണ്? നിന്റെ കുലത്തിൽ പാട്ടുകാരായിട്ട് ആരാ ജനിച്ചിട്ടുള്ളത്? എന്റെ കുലത്തിൽ എന്നെ പോലെ തന്നെ സാ പാ പഠിച്ച ഒരുപാട് സംഗീതം പഠിച്ചവരുണ്ടായിരുന്നു. കഴുതേ, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ട് എന്താ കിട്ടുന്നത്? എന്റെ കുലത്തിൽ പാട്ടുകാരില്ലായിരിക്കാം, പക്ഷെ കൗശലത്തിന്റെ കാര്യത്തിൽ ഞങ്ങളാണ് ഏറ്റവും മുന്നിൽ. നിന്റെ കുലത്തിൽ ജനിച്ച എല്ലാവരും വിഡ്ഢികളാ, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലാന്ന് ലോകത്തുള്ളവരെല്ലാവരും പറയുന്നു. നീ എന്താ തെറ്റായിട്ട് കരുതുന്നത്? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എനിക്ക് പാടാൻ തോന്നുന്നു. എന്റെ ഹൃദയം എന്നോട് പാടാൻ പറയുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊരു പാട്ട് പാടാം. ആലോചിക്ക, ലാ ലാ എന്ന് പാടിയാലോ? വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ല കഴുതേ. പാട്ട് പാടാനുള്ള ആഗ്രഹമൊക്കെ നിർത്തിക്കോ. നമ്മൾ രണ്ടുപേരും ഇവിടെ മോഷ്ടിക്കാൻ വന്നാന്ന് മറക്കണ്ട. ആപത്തിനെ ക്ഷണിച്ചു വരുത്തല്ലേ സുഹൃത്തേ. എടാ വിട്ടി കുറുക്ക, എന്റെ പാട്ട് കേട്ടിട്ട് തോട്ടത്തിന്റെ കാവൽക്കാരൻ മാത്രമല്ല, യജമാനൻ വരെ പൂച്ചണ്ടും പൂമാലകളുമായിട്ട് വരും. എന്നിട്ട് എന്റെ കഴുത്തിലിടും. മനസ്സിലായോ? പൊന്നു സുഹൃത്തെ, എനിക്ക് എന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി. നീ മഹാനായ പാട്ടുകാരനാണ്. നിന്റെ പാട്ട് കേട്ട് ഈ വിഡ്ഢി കുറുക്കം വരെ നിന്റെ കഴുത്തിൽ മാലയിടാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പോയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാലേ നിന്റെ പാട്ട് തുടങ്ങാൻ പാടുള്ളൂ. എന്നാലേ നിന്നെ അണിയിക്കാനുള്ള മാലയും കൊണ്ട് എനിക്ക് വരാൻ പറ്റൂ. ആ, ഓക്കെ, പോയിക്കോളൂ. പാവം കഴുതയുടെ കാര്യം തീരുമാനമായി. ഞാനും എന്റെ ആളും ആ 40 പേരും ലാ 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 ലാ. ഇത്രയും കാലത്തെ ദേഷ്യം തീർക്കാൻ എന്ന പോലെ കാവൽക്കാരൻ കഴുതയെ വല്ലാതെ മർദ്ദിച്ചു. അയാൾ കഴുതയുടെ എല്ല് നുറുങ്ങുന്ന വിധത്തിലായിരുന്നു അടിച്ചിരുന്നത്.
നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ വാക്ക് കേൾക്കാതെ പ്രവർത്തിച്ചാൽ ഇതായിരിക്കും ഫലമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.